എനർജി ഹീലിങ്സിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ലൈക്ക് പ്രാണിക് ഹീലിംഗ്, റേക്കി ഹീലിംഗ്, സൗണ്ട് ഹീലിംഗ്, അക്യുപഞ്ചർ, അതേപോലെ ഷമാനിക് ഹീലിംഗ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി, ചീക്കോങ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഹീലിങ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാണ ആണ്. അതായത് എനർജി, ലൈഫ് ഫോഴ്സ് എനർജി, യൂണിവേഴ്സൽ എനർജി. നിങ്ങളുടെ പ്രാണ യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാണ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ആ പ്രാണ എവിടെ നിന്നാണ് വരുന്നത്? യൂണിവേഴ്സൽ എനർജിയിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതിൽ നമ്മൾ നമ്മുടെ പ്രാണ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി യൂസ് ചെയ്തിട്ട് വേറൊരു പേഴ്സണെ ഹീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യുന്നു, സെൽഫ് ഹീലിംഗ്. നമുക്കറിയാം ഇവിടെയുള്ള എല്ലാം എനർജിയാണ്. സോ നമ്മളെ കൊണ്ട് എനർജി കൊടുക്കാനുള്ള കഴിവുണ്ട്, എടുക്കാനുള്ള കഴിവുണ്ട്. നമ്മളുടെ എനർജി കൊണ്ട് വേറെ ആളെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്, നമ്മുടെ എനർജി കൊണ്ട് മറ്റുള്ളവരെ സിക്കാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ആ എനർജി വെച്ച് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനാണ് യൂസ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞ എനർജി ഹീലിങ്സിന് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്രാണിക് ഹീലിംഗ് ആണ്. സോ അതിലുള്ള ബേസിക് ആയിട്ടുള്ള 2 റൂൾസിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് വേറൊരാളിനെ ഹീൽ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ട്, നിങ്ങൾ സങ്കടത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന സമയത്ത് വന്നിട്ട് നിങ്ങളെ കൊണ്ട് വേറൊരാളിനെ ഹീൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എപ്പോഴും നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങൾ കാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എനർജിനെ കൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ആ ഒരു പ്രോസസ്സ് ഡിലേ ആയി പോവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇതിലൊക്കെ വന്നിട്ട് നമ്മൾ എനർജിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ തന്നെ എനർജിയാണ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന എനർജി വന്നിട്ട് നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവും നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് നിങ്ങൾ യൂണിവേഴ്സായിട്ടും നിങ്ങളുടെ പർപ്പസായിട്ടും ഒരുപാട് അലൈൻഡ് ആയിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് the video.